സാധാരണയായി മലയാളികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചാനൽ ചർച്ച എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. അത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ആദ്യം തുടങ്ങിയത് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, പകരം ആ ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് വിനു വി ജോണിൻ്റെ ചർച്ചകൾക്കാണ്. കാരണം വളരെ നിർഭയമായി നിഷ്പക്ഷമായി കാര്യങ്ങൾ അപഗ്രഥിക്കുകയും കുറിക്ക് കൊള്ളുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്ത ഒരാളാണ് വിനു വി ജോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം നയിക്കേണ്ടി വന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു ചർച്ച കണ്ടത് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഇന്നലെ ആയിരുന്നു. ആ ഇന്നലെ കണ്ടിട്ടുള്ള ചർച്ച എന്ന് പറയുന്നത് എമ്പുരാൻ 24 വെട്ടിൽ എമ്പുരാൻ ചത്തോ എന്നുള്ളതായിരുന്നു ഒരു ചർച്ചാ വിഷയം. അപ്പോൾ ആ ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് അവരുടെ സാധാരണ ചർച്ചയ്ക്ക് വരുന്ന ആളുകളായിട്ടുള്ള ശ്രീജിത്ത് പണിക്കർ സ്ഥിരമായിട്ട് ഏതാണ്ട് കൃത്യമായിട്ട് അവിടെ ജോലിക്ക് എത്തുന്ന ഒരാളാണ്. അപ്പോൾ അതുകൂടാതെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ഫക്രുദ്ദീൻ അലി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനുണ്ട്. അതായത് നിങ്ങൾ പരിചയപ്പെടേണ്ടതാണ് കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2 വള്ളങ്ങളിലും കാല് വെക്കുന്ന ബാലൻസിങ് സിംഹം എന്ന് നമ്മുടെ സുഹൃത്ത് ഹാഷ്മി താജ് ഇബ്രാഹിമൊക്കെ വിളിച്ചിട്ടുള്ള രാഹുൽ ഈശ്വറും ഉണ്ടായിരുന്നു. അപ്പോൾ രാഹുൽ ഇത്തരം ആളുകളുടെ ഒരു ചർച്ച കേൾക്കുന്നത് ഞാൻ ഏതാണ്ട് 2 മണിക്കാണ്. കാരണം ഞാനൊരു യാത്ര പോയിട്ട് തിരികെ വന്നത് 1:30 മണിക്കാണ്. അപ്പോൾ അതിന് ഈ ചർച്ച കേൾക്കുന്നു. ചർച്ച എന്നെ വല്ലാതെ പൊട്ടിച്ചിരിപ്പിച്ചു. അപ്പോൾ കുറച്ച് സന്തോഷമുള്ള കാര്യങ്ങൾ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ ശ്രീജിത്ത് പണിക്കർ സ്വന്തം വാദങ്ങളൊക്കെ മുമ്പോട്ട് വെച്ചു. അത് വിനു വി ജോൺ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. ആ വാദങ്ങളുടെ നിരർത്ഥകതയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദമാക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞത് പൃഥ്വിരാജാണ് സംവിധായകൻ, അദ്ദേഹം പടം കാണണം എന്ന് പറഞ്ഞ് എല്ലായിടത്തും പ്രമോഷൻ നടത്തിയതാണ്. പിന്നെ ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്താണ്, മൗനം അവലംബിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് സ്വസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം സംസാരിച്ചു. അപ്പോൾ ഈ വലിയ ധീരനായിട്ടുള്ള ഒരാളല്ല പൃഥ്വിരാജ് സുകുമാരൻ എന്നൊക്കെ ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം നടത്തിയതിന് ശേഷം നമ്മളെ ചിരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫക്രുദ്ദീൻ അലിയിലേക്ക് കടന്നു. അപ്പോൾ ഫക്രുദ്ദീൻ അലിയോട് ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത ചോദ്യം വിനു വി ജോൺ ചോദിക്കുകയാണ്. അതായത് പൃഥ്വിരാജ് എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഫക്രുദ്ദീൻ അലിയുടെ മുഖമൊക്കെ വലിഞ്ഞു മുറുകുകയും വളരെ ഒരു കൂസലില്ലായ്മയൊക്കെ മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തിരിച്ച് അടിക്കുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഒറ്റ വാക്കിലൊക്കെ ഉത്തരം പറയില്ല എന്ന് പറയുന്ന പോലെ അദ്ദേഹം പറയുന്നത് ഉത്തരവാദിത്ത ബോധമുള്ള തന്തക്ക് പിറന്നവനായതുകൊണ്ടാണ് അദ്ദേഹം മൗനം പാലിക്കുന്നത് എന്നാണ് ഫക്രുദ്ദീൻ അലി പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം ഒരു 2 സെക്കൻഡിൻ്റെ ഒരു സൈലൻസ് കൊടുത്തതിന് ശേഷം അദ്ദേഹം അത് വിശദീകരിക്കുന്നു. ഉത്തരവാദിത്ത ബോധമുള്ള തന്തക്ക് പിറന്നത് എന്താണ് എന്ന് ഞാൻ വിശദീകരിക്കാം. കാരണം അത് സുകുമാരൻ എന്ന് പറയുന്ന ഒരാളുടെ മകനായതുകൊണ്ടാണ്. കാരണം പൃഥ്വിരാജ് സുകുമാരന് ഈ പറയുന്ന പണം മുടക്കിയ ഗോകുലം ഗോപാലൻ ചേട്ടനെയും അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ ഇപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെയും പോലെയുള്ള മോഹൻലാലിനെയും പോലെയുള്ള ആളുകളെയൊക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തതാണ്. കാരണം ഇതൊരു വ്യവസായം കൂടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ശ്രീജിത്ത് പണിക്കർ കൊടുത്ത മറുപടിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഗാന്ധിജിയെ പോലെ നെൽസൺ മണ്ടയെ പോലെ ജീവിതമൊക്കെ കളഞ്ഞുകൊണ്ട് ഇവരാരും പോരാടില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന നമ്മുടെ ഫക്രുദ്ദീൻ അലി പറയുന്നത് അദ്ദേഹവും ഭാര്യയുമൊക്കെ സിനിമക്ക് പോയിരുന്നു. ആ സിനിമക്ക് പോയിരുന്നു എന്നൊക്കെ പറയുന്നത് ഈ ചർച്ചയുടെ ഏതാണ്ട് 20 മിനിറ്റും 49 സെക്കൻഡിലുമാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഭാര്യയും കൂടി സിനിമക്ക് പോയിരുന്നു. അപ്പോൾ സിനിമക്ക് പോയപ്പോൾ ട്രെയിനിലേക്ക് വന്ന് ഈ പന്തങ്ങൾ വീഴുകയും പിന്നീട് അത് കത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷമുള്ള രംഗങ്ങളൊക്കെ തന്നെ അദ്ദേഹം ചെവി പൊത്തുകയും പിന്നെ കണ്ണ് പൊത്തിക്കൊണ്ടുമൊക്കെയാണ് കണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ചെവി പൊത്തുകയും പിന്നെ കണ്ണടക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഭാര്യയൊക്കെ കണ്ടത് എന്നാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ വിനു വി ജോൺ വളരെ ഷാർപ്പായി ഒരു ടൈമിങ്ങിൽ ചോദിക്കുന്നുണ്ട്. അത് ശരി, അപ്പോൾ സിനിമ കണ്ടില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഫക്രുദ്ദീൻ അലി മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഫക്രുദ്ദീൻ അലി പറഞ്ഞത് തീർത്തു. അതായത് പൃഥ്വിരാജൊക്കെ മൗനം പാലിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു രംഗത്തിലേക്ക് വന്നത് പിന്നീട് ഈ പറയുന്ന നമ്മുടെ ശ്രീജിത്ത് പണിക്കർ ഉടനെ ചോദിക്കുന്നത് അരമണിക്കൂർ മുമ്പ് നമ്മൾ വേറൊരു ചാനലിൽ ചർച്ചയ്ക്കിരുന്നു. ആ ചാനലിൽ ചർച്ചയ്ക്കിരുന്നപ്പോൾ പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ ഇതിന് മറുപടി പറയേണ്ടതാണ് എന്നല്ലേ താൻ പറഞ്ഞത് എന്നുള്ളത് ഫക്രുദ്ദീൻ അലിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഫക്രുദ്ദീൻ അലി ആകെ വിഷണ്ണനായി, അത് വികാരാധീനായി, അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം തിരിച്ചു പറയുന്നത് അത് ചോദ്യം വേറെയായിരുന്നു, സംവിധായകനാണോ മറുപടി പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തത്വത്തിൽ അതായത് താത്വികമായി സംവിധായകനാണ് മറുപടി പറയേണ്ടത് എന്നാണ് പറഞ്ഞത് എന്നാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും താങ്കളുടെ അഭിപ്രായം മാറ്റുമോ എന്നൊക്കെ ശ്രീജിത്ത് പണിക്കർ ചോദിക്കുമ്പോൾ അഭിപ്രായം മാറ്റാൻ എനിക്ക് ഭ്രാന്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഭ്രാന്തുണ്ടാകാം, അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഫക്രുദ്ദീൻ അലി പറയുന്നുണ്ട്. അപ്പോൾ വിനു വി ജോൺ പറയുന്നത് എന്താണെങ്കിലും നമ്മുടെ മാനസികാരോഗ്യം പരിശോധിക്കുന്നൊരു ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ നമ്മൾ എമ്പുരാനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
ശ്രീജിത്ത് പണിക്കർ വീണ്ടും പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ ഭ്രാന്തനെന്ന് വിളിച്ചാൽ അതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഈ അഭിപ്രായം മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും വളരെ ക്ഷുഭിതനായിട്ട് ഫക്രുദ്ദീൻ അലി, ഞാൻ അങ്ങനെ അഭിപ്രായം മാറ്റിയിട്ടില്ല, അതേ ചോദ്യം വീണ്ടും ചോദിച്ചാൽ നിങ്ങൾ അതേ അഭിപ്രായം തന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടത്. പിന്നെ അടുത്തത് ഈ ശ്രീജിത്ത് പണിക്കർ പറയുന്നത് ആ ചർച്ചയിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഫക്രുദ്ദീൻ അലി RSSനെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇദ്ദേഹത്തെ വിമർശിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ പറയുന്നു അയാൾക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്താണ് എന്നുള്ളത് ഭാഗ്യത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ കൊണ്ടിട്ട് ഫക്രുദ്ദീൻ അലി ഏതാണ്ട് അവിടെ ഒരു ബ്ലീച്ച് അടിച്ചു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഈ ഫക്രുദ്ദീൻ അലിയുടെയൊക്കെ പല ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളൊക്കെ കേട്ടിട്ടും ഏഷ്യാനെറ്റ് പോലൊരു സംവിധാനമൊക്കെ അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിക്കുന്നുണ്ടല്ലോ എന്നറിയുന്നത് തന്നെ എനിക്ക് വലിയ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തെ കേൾക്കാനുമൊക്കെ ഈ നാട്ടിലെ കുറേ ആളുകളുണ്ടല്ലോ എന്നുള്ളതൊക്കെ എന്നെ അമ്പരപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഡൽഹിയിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷേ അഭിപ്രായങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടാൽ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ മറ്റൊരു കഥാപാത്രം വരുന്നത്. അദ്ദേഹം പിന്നെ ആളൊരു രസികനാണ്. അദ്ദേഹം 2 വള്ളത്തിലല്ല 4 വള്ളത്തിൽ ഒരേ സമയം 2 കൈകളും 2 കാലുകളും കുത്തുന്ന ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ അഭിപ്രായമില്ല. അദ്ദേഹം എല്ലാ തരത്തിലും മധ്യവർത്തിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം എപ്പോഴും പറയുന്നത് ഒരു മദ്യത്തിലൂടെ നമ്മൾ പോകണം, ഒരു പക്ഷവും പിടിക്കരുത് എന്നുള്ളതാണ്. അത് രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറോട് ഏതാണ്ട് ഇതേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ 24 വെട്ടേറ്റിട്ടുള്ള എമ്പുരാൻ ചത്തോ എന്ന് ചോദിക്കുമ്പോൾ 24 അല്ല 240 വെട്ടുകളേറ്റാലും എമ്പുരാൻ മരിക്കില്ല, എമ്പുരാൻ വളരെ ആവേശത്തോട് ഉണർന്നിരിക്കും, അതിൻ്റെ ജൈത്രയാത്ര തുടരും എന്നൊക്കെയാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. അതിനുശേഷം ഈ രാഹുൽ ഈശ്വർ പറയുന്ന അടുത്ത വാചകം എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ചില കാര്യങ്ങൾ പക്ഷേ ഒഴിവാക്കണമായിരുന്നു, നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ് എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിലും രാഹുൽ ഈശ്വർ എല്ലായ്പ്പോഴും ഈ പറയുന്ന പോലെ പണക്കാരായിട്ടുള്ള സാമ്പത്തികമുള്ള പ്രതികളുടെ ഒപ്പമാണ് നിൽക്കാറുള്ളത്. ഇവിടെയും അത് പൃഥ്വിരാജും മോഹൻലാലും ഒക്കെയാണെന്ന് കണ്ടിട്ട് അവരുടെ ഒപ്പമാണ് അദ്ദേഹം നിൽക്കുന്നത്. അത് നല്ല കാര്യം. കാരണം സംഘപരിവാറിനേക്കാൾ എന്തെങ്കിലും കിട്ടപ്പോരൊക്കെ ഉണ്ടാകുന്നത് ഇവരുടെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്ന് പറയുന്നത് ഈ മറ്റേ നമ്മുടെ മോഹൻലാൽ ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടില്ല, കാരണം അപ്പോളജിയും റിഗ്രറ്റും വേറെയാണ് എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയുണ്ട്, B. ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ എടുക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിതിൽ വിശദമാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ വിശദമാക്കിയതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ 2 ഡാമുകൾ, അതായത് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ കഥാപാത്രം, BJPയുടെ സംസ്ഥാന നേതാവായിട്ട് കാണിക്കുന്ന സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ കഥാപാത്രം, അതുപോലെ തന്നെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തോട് പറയുന്ന രംഗം, 2 ഡാമുകൾ ബോംബ് വെച്ച് തകർക്കുമെന്നും 2 ജില്ലകൾ വെള്ളത്തിലാകുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കേണ്ടതായിരുന്നു. പിന്നെ നരേന്ദ്രമോദി ഇതിൽ ഗോദ്ര സംഭവത്തിൽ അക്യൂറ്റ് ചെയ്യപ്പെട്ട ഒരു ആളാണ്, അതായത് കുറ്റവാളിയല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്, കോടതികളൊക്കെ വെറുതെ വിട്ട ഒരാളാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നുകൂടി കാണിച്ചാൽ കൊള്ളാമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തിനും ഒരു ബാലൻസിങ് വേണ്ടേ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏതാണ്ടൊരു 40ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും അവസരം കിട്ടുന്നത്. അതിനിടയ്ക്ക് അദ്ദേഹം സംസാരിച്ചു, ഞാൻ മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ഭുതത്തോടെ ചോദിക്കുന്നത്, ഈ രാഹുൽ ഈശ്വറും ശ്രീജിത്ത് പണിക്കരും ഒക്കെ പറയുന്നത് കേട്ട് ഞാനിവിടെ അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു, ഇത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ഹിന്ദുത്വ തീവ്രവാദികൾ അവരെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതേപോലെ തന്നെ മറ്റൊരു ഇൻസിഡൻറ്റ് ഇനി മുസ്ലിം തീവ്രവാദികൾ വേറെ ഏതെങ്കിലും സ്ത്രീ ആക്രമിക്കുന്നത് കൂടി എടുത്തു കാട്ടിക്കൊണ്ട് ഇത് ബാലൻസ് ചെയ്യണം എന്നുള്ളതാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇതേ രീതിയിൽ വരുന്ന ചോദ്യം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. ഒരു കാര്യം പറയാതെ വയ്യ, കേരള സമൂഹം അങ്ങേയറ്റം അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ആ 2 കാരണങ്ങളിൽ ഒന്ന്, എന്ത് മണ്ടത്തരവും വിഡ്ഢിത്തവും നമ്മുടെ വലിയ സീരിയസ് ആയിട്ടുള്ള ചാനൽ ചർച്ചകളിൽ പോലും പറയാമെന്നും അതിനൊക്കെ പ്രേക്ഷകരുണ്ടാകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും വലിയ ദുരന്തം. അതിൻ്റെ അടുത്ത ദുരന്തം എന്ന് പറയുന്നത് ഇതിൽ ഒരു അന്ധമായിട്ടുള്ള ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും അന്ധമായിട്ടുള്ള സംഘികളും അത്തരത്തിലുള്ള ആളുകളുമൊക്കെ തന്നെ പെരുകിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ വിഭാഗീയമായിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള തരത്തിൽ എന്ത് മണ്ടത്തരം പറഞ്ഞാലും കേരള സമൂഹത്തിൽ ഇപ്പോൾ ചിലവാകും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമാണ് വിനു വി ജോണൊക്കെ നടത്തിയിട്ടുള്ളൊരു ചർച്ച ചിരിച്ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഇന്നും ഇന്നലെ സംഭവിച്ചതല്ല. നേരത്തെ PC ജോർജിൻ്റെ കാര്യത്തിലാണെങ്കിലും കേരള സമൂഹം പതുക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ പറയുന്ന വിഡ്ഢിത്തങ്ങളും മണ്ടത്തരങ്ങളുമൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞാലും അതൊന്നും പ്രശ്നമില്ല എന്നുള്ള രീതിയിലേക്ക് മാറുന്നതിൻ്റെ
ഭീകരമായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ദൃഷ്ടാന്തമാണ് ഒരു വലിയ ചർച്ചകളിൽ പോലും ഒട്ടും ഗൗരവതരമല്ലാതെ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ വിളിച്ചു പറയാൻ ആളുകൾക്ക് കഴിയുന്നത്. ഇത് എങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അതിൻ്റെ ഹെഡിങ് ഇതാണ്. ആ ഹെഡിങ്ങിൽ പറയുന്നത് എമ്പുരാൻ വഴി കടത്തുന്ന ഈ പറയുന്ന പോലെ രാഷ്ട്രീയ പദ്ധതി എന്നുള്ളതാണ്. ആ വീഡിയോ കണ്ടാൽ ഇതെങ്ങനെയാണ് കേരളത്തിൽ സംഭവിച്ചത് എന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണെങ്കിലും നമ്മുടെയൊക്കെ ചർച്ചകളുടെ നിലവാരം കൂടി ഈ ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അത് രാഹുൽ ഈശ്വറിനോട് ഇടയ്ക്ക് വിനു പി ജോൺ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തന്നെ രാഹുൽ ഈശ്വർ ഉടനെ തന്നെ തുടങ്ങുകയാണ്, ഓക്കെ വിനു 3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ചോദ്യം ചോദിച്ചിട്ടില്ല, അതിനു മുമ്പ് തന്നെ പുള്ളി ഉത്തരം പറയാൻ തുടങ്ങി. ചോദ്യമൊക്കെ പുള്ളിക്ക് അറിയാം, അല്ലെങ്കിൽ പുള്ളി തയ്യാറാക്കിയ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ വിനു പി ജോൺ ചോദിക്കുന്നുണ്ട്, രാഹുൽ ഈശ്വർ വിളിച്ചപ്പോഴേ പറയാൻ തുടങ്ങി, എന്തെങ്കിലും ആട്ടെ പറ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലെവലിലാണ് ഈ ചർച്ച പുരോഗമിച്ചത്. കണ്ടാൽ രാത്രി 2 മണിക്ക് കണ്ടിട്ട് പോലും ഉറക്കം വന്നിട്ടാണ് ഞാൻ കാണുന്നതെങ്കിൽ പോലും എൻ്റെ ഉറക്കം പോവുകയും അത് കുറച്ചുകൂടി രസകരമാവുകയും ചെയ്തു. നേരത്തെയൊക്കെ നമ്മൾ ശാന്തത കിട്ടാനായിട്ട് പാട്ട് കേൾക്കണമായിരുന്നു, ഇനിയിപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. കോമഡി പ്രോഗ്രാം കാണണമായിരുന്നു, അതിൻ്റെയും ആവശ്യമില്ല. ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ള ചർച്ചകൾ കേട്ടാലും മതി എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ ദുരന്തം കൂടിയാണ്.